ചെറുപുഴ ടൗണിലെ ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞത് വർദ്ധിപ്പിച്ച വില കുറയാനുള്ള സാധ്യതയ്ക്ക് തൽക്കാലം മങ്ങലേൽപ്പിച്ചു. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ ടൗണിലെ ഹോട്ടലുകളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞത് വർദ്ധിപ്പിച്ച വില കുറയാനുള്ള സാധ്യതയ്ക്ക് തൽക്കാലം മങ്ങലേൽപ്പിച്ചു. ചില സാധനങ്ങളുടെ വർദ്ധിപ്പിച്ച വില കുറയ്ക്കാൻ ഹോട്ടലുടമകൾ തയ്യാറായെങ്കിലും ഭൂരിഭാഗം ഭക്ഷണവസ്തുക്കളുടെയും വില കുറയ്ക്കാൻ വിസമ്മതിച്ചതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം. ചായയുടെയും എണ്ണക്കടിയുടെയും വിലയിൽ 12 രൂപയിൽ നിന്ന് 14 രൂപയായും ഊണിന് 10 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. ഗ്യാസിൻ്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലവർധനയാണ് ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിക്കാൻ കാരണമെന്ന് ഹോട്ടൽ ഉടമകൾ പറഞ്ഞു. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്തവർ ന്യായമായ വർധനവ് അംഗീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ചർച്ചയ്ക്ക് എത്താത്തവരും മറ്റു ചിലരും ഇതിന് തയ്യാറായില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനിക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ലളിത ബാബു, KD പ്രവീൺ, ലീന വില്യംസ്, പഞ്ചായത്ത് അംഗങ്ങളായ മാനുവൽ മാപ്പിളപ്പറമ്പിൽ, അനീഷ് ആന്റണി, PJ ജോസ്, ജമീല കോളയത്ത്, ജോളി പതിയിൽ, ശ്രുതി രാജേഷ്, TP ചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജി തോമസ് എന്നിവരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KM ഷാജി, മനോജ് വടക്കേൽ, ഷാജഹാൻ പ്ലാക്കൽ, രാജു ചുണ്ട, K സനിൽകുമാർ, RK പത്മനാഭൻ, ജോബ് കല്ലറയ്ക്കൽ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് J സെബാസ്റ്റ്യൻ, വ്യാപാരി വ്യവസായി സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുലേഖ വിജയൻ, വിപിൻ പലേരി, ടിമ്മി എലിപ്പുലിക്കാട്ടിൽ, തണ്ടയിൽ ഷെരീഫ് തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു. ഈ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ള ചർച്ചയുടെ ഒരു പൊതുധാരണ നമ്മൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ആനുപാതികമായിട്ടൊരു വിലവർദ്ധനവ് അംഗീകരിക്കണം. അതാണ് ചർച്ചയുടെ ഒരു പൊതു തീരുമാനം. അത് എങ്ങനെ വേണം, ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന, പഞ്ചായത്ത് ഭരണസമിതി എല്ലാം ആഗ്രഹിക്കുന്ന ഈ നാട്ടിൽ ഒരുപാട് വ്യവസായികളും വ്യവസായ സംരംഭങ്ങളും എല്ലാം കടന്നു വരണമെന്ന് ആഗ്രഹം. കാരണം പറയാൻ ഒരു അധികാരിയായിട്ട് പറയാൻ കാരണം ഞാനൊരു വ്യവസായ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഇവിടെ പൊതുസമൂഹത്തിനോട് ഉൾക്കൊള്ളുന്ന രീതിയിൽ നിങ്ങൾക്ക് വിഷമില്ലാത്ത രീതിയിൽ ഒരു ന്യായമായ ഒരു വർധന വരുത്തിയിട്ട് നമുക്ക് ഈ ചർച്ച പരിഹരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇരു മുന്നണികളുടെ ആളുകളും ഹോട്ടലിൻ്റെ പ്രതിനിധിയും ഭരണസമിതി സ്ഥിരം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്ന് അതിനൊരു ഏകീകരണം നടത്തി എല്ലാ ഹോട്ടലുകളിലും വിലവിവര പട്ടിക പ്രദർശിപ്പിക്കുന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടി സഹകരിക്കുകയാണ്. ഞാൻ കരുതുന്നത് യുദ്ധാനന്തര ഘട്ടത്തിൽ ഇപ്പോൾ ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രയാസം ഉണ്ടാകും, എനിക്കതറിയില്ല. അപ്പോൾ ഗ്യാസിൻ്റെ പ്രയാസം നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതനുസരിച്ച് ഗൗരവതരമായ രൂപത്തിലുള്ള പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്. അത് സാധാരണഗതിയിൽ അതിന് കരിഞ്ചന്തയിൽ മേടിക്കുന്ന നിലയൊക്കെ ഉണ്ട് എന്നൊക്കെ മാധ്യമങ്ങളിൽ വായിക്കുന്നതാണ്, എനിക്കറിയില്ല, ഞാൻ മേടിക്കണില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഗ്യാസിൻ്റെ പ്രതിസന്ധിയുള്ള ഘട്ടത്തിലാണെങ്കിൽ ആ സമയത്ത് അവർക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അവരെ ഒരു ന്യായമായ വർധനം അനുവദിക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വില വർദ്ധിപ്പിക്കാതിരിക്കാനോ നമുക്ക് ഒറ്റയടിക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലാത്ത ഒരു കാര്യം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവര് പറയുന്നത് 6 വർഷം കൂടി വില വർദ്ധിപ്പിച്ചതാണ്. പക്ഷെ സാഹചര്യം ഇതായതുകൊണ്ട് പൊതു സമൂഹത്തിനുണ്ടായത് എന്ന് വെച്ചാൽ യുദ്ധത്തിനെ അടിസ്ഥാനമാക്കിയാണ് എങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ഈ ഇപ്പോൾ വില വർദ്ധിപ്പിച്ചാൽ ഇവർ ഇതിന് ശേഷം വില കുറയ്ക്കുമോ എന്ന ചോദ്യം കൊണ്ടാണ് സുഭാഷിനായാലും ഞാനായാലും എടുത്തു പറഞ്ഞത്. ചായയുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ 2020 പഞ്ചസാരയുടെയും ചായപ്പൊടിയുടെയും പാലിന്റെയും വില പരിശോധിച്ചാൽ മാറ്റും. അല്ല, 41 രൂപ ഇപ്പോൾ പഞ്ചസാര കിട്ടും. 2020 വില നമ്മൾ എടുത്ത് നോക്കിക്കോ. 2020 വില വർദ്ധിക്കുന്ന സമയത്ത് ഒരു പൊറോട്ട സാധനം ഉണ്ടാക്കുന്നതിന് റോ മെറ്റീരിയൽസ് കാര്യമായിട്ട് മൈദ, അതുപോലെ തന്നെ പാമോയിൽ, ഡാൽഡ, പിന്നെ പാചക ഗ്യാസ്, തൊഴിലാളികളുടെ സേവനം, അതുപോലെ തന്നെ സാധനങ്ങൾക്ക് കൂടിയാണ് നല്ല പൊറോട്ട കൊടുക്കാൻ വേണ്ടി നമ്മൾ പല ആൾക്കാർ പഞ്ചസാര രൂപ മേലെ ഒരു ദിവസം ഈ ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഈ ചെറുപുഴ ടൗണിൽ ചെലവഴിക്കുന്നു. അത് ഈ വില കൂടുതൽ വരുമ്പോൾ അത് അതിൽ കൂടുതൽ വരും. അതുകൊണ്ട് എന്തായാലും ഹോട്ടൽ മേഖലയിലുള്ളവർ അതിനൊരു പരിഹാരം, ഇപ്പോൾ തന്നെ വർധനവ് വേണ്ട എന്ന് പറയുന്നില്ലെങ്കിലും അതിനൊരു ചെറിയൊരു കുറവെങ്കിലും വരുത്തി ഈ തൊഴിലാളി സമൂഹത്തോടും ഈ ചെറുപുഴയിലുള്ള നാട്ടുകാരോടും സഹകരിക്കുന്നതാണ്
ഒരു തൊഴിലാളി എന്ന രീതിയിലും മെമ്പർ എന്ന രീതിയിലും എനിക്ക് പറയാം. അതിലേക്ക് ഒരു ഈഗോ ഇല്ലാതെ ഒരു നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാം. ഈ സംഘടനകൾ അറിയാതെ തന്നെയാണ് ഓർഡർ വില വർദ്ധിപ്പിച്ചെന്നാണ് ഇപ്പോൾ അതിൻ്റെ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രശ്നം പറഞ്ഞത്. സ്വാഭാവികമായിട്ട് ഓൾ കേരള തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഞങ്ങളുടെ രണ്ട് സംഘടനയും. ആ സംഘടന ഓൾ കേരള തലത്തിലാണ് ഈ വില വർദ്ധനയിൽ ഇത്ര വിഷയം ഉണ്ടാവുക. മുൻകൂട്ടി ധാരണയില്ലാതെ ഗ്യാസിന്റെ വിലക്കയറ്റം പറഞ്ഞ് ചെറുപുഴയിൽ മാത്രമുള്ള വില വർധന അംഗീകരിക്കാനാവില്ലെന്ന് ചർച്ചയിൽ അഭിപ്രായമുയർന്നു. ഈ നിർദ്ദേശം അംഗീകരിക്കാൻ ഹോട്ടൽ ഉടമകൾ തയ്യാറാകാത്തതാണ് ചർച്ച പരാജയപ്പെടാൻ കാരണം. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.